എൻ്റെ പൊന്നോ, എന്നാ ഒരു ടേസ്റ്റാണെന്നറിയോ ഈ ഒരു ഐറ്റത്തിന്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ച് അതൊന്ന് തിളയ്ക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും ഒഴിച്ച് പാസ്ത ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 500 ഗ്രാം ആണ് പാസ്ത എടുത്തിരിക്കുന്നത്. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് ഒരു സവോള ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവോള ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ടൊമാറ്റോ പേസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം അവിടെ കിടന്നൊന്ന് മൂത്തോട്ടേന്ന്. ഇതെല്ലാം നല്ല മൂത്ത് വരുമ്പോഴേക്കേ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ബോൺലെസ് ആയിട്ടുള്ള ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കതെല്ലാം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കേ ഇതിലേക്ക് 3 കളേഴ്സിലുള്ള ക്യാപ്സിക്കം സ്ലൈസസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്യാപ്സിക്കം സ്ലൈസസും കൂടെ ചേർത്തിട്ടേ നമുക്കൊരു 3 മിനിറ്റ് ഇവനെ അങ്ങ് മൂടി വെച്ച് വേവിക്കാന്നേ. 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്ന 350 ml ഡബിൾ ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിച്ചൊരു തിക്ക് ഫോമിലേക്ക് ആകുമ്പോൾ ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചീസും ഈ ക്രീമും എല്ലാം ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലൊരു തിക്ക് പരുവാകുമ്പോൾ നമ്മളിതിലേക്ക് ആദ്യം വേവിച്ച് വെച്ചിരുന്ന പാസ്ത ഇല്ലേ, ഇനി പാസ്തയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റി ക്രീമി ചീസി ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഓക്കെ, ബൈ.